ക്രിസ്തുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, തപസ്സുകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സുദിനത്തിൽ സഭാമാതാവ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വിഷയമാണ്. മഹത്വവും സഹനവും തമ്മിലുള്ള താരതമ്യമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യേശുനാഥൻ്റെ മഹത്വീകരണം ഒരു സഹനത്തിലൂടെയാണ് സാധ്യമാകുന്നുവെന്ന് സഭാമക്കളെ മുഴുവൻ പഠിപ്പിക്കുന്ന മനോഹരമായൊരു തിരുവചനം. ഇന്നത്തെ ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കുവാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ ബൈബിള് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് സംഖ്യകൾക്ക് നൽകുന്ന പ്രാധാന്യമെന്നുള്ളത്. ബൈബിള് നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും വെളിപാട് ഗ്രന്ഥവും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും അധികം ഒളിഞ്ഞും തെളിഞ്ഞും നാം കാണുന്ന യാഥാർത്ഥ്യമാണ് സംഖ്യകൾക്ക് നൽകുന്ന പ്രാധാന്യം. ആ സംഖ്യകളിൽ തന്നെ 3, 4, 7 എന്ന സംഖ്യകൾക്ക് ഏറെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നതും ഈ സംഖ്യകളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വരവുകളാണ്. 3 എപ്പോഴും ഒരു സ്വർഗീയ പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ, 4 ഒരു ഭൗതിക പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ, 7 ഒരു സമ്പൂർണ്ണതയുടെ പ്രതീകമായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ വായനയൊന്ന് പരിശോധിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദാനങ്ങൾ നൽകി ആ വാഗ്ദാനത്തിൽ അബ്രഹാമിനെ വിശ്വസിപ്പിക്കുവാനായിട്ട് നടത്തുന്ന സംഭാഷണമാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അബ്രഹാം ഒരേ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് ബാക്കി വാഗ്ദാന നിവർത്തീകരണത്തിനുള്ള എല്ലാ മാനദണ്ഡവുമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അതാകട്ടെ 3 വാക്കുകളുള്ള ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്ത് നാം വായിക്കുന്നത് അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു. 3 വാക്കുകളാണ് അവിടെയുള്ളത്. അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു. ഈ 3 ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സ്വർഗീയ പൂർണ്ണതയായിരിക്കുന്നത് കൊണ്ട് തന്നെ അബ്രഹാമിന് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ വിശ്വസിക്കുവാനായിട്ട് അസാധ്യമായിരുന്ന കാര്യങ്ങളാണ് ദൈവം അബ്രഹാമിനെ അവൻ്റെ കൂടാരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അബ്രഹാമിന് നൽകുന്നത്. അബ്രഹാം അത് കേട്ടപാടെ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലൊരല്പം പോലും ചിന്തിക്കാതെ അബ്രഹാം കർത്താവ് എന്താണോ പറഞ്ഞത് അത് അപ്പടി വിശ്വസിച്ചു. തൊട്ടടുത്ത വചനത്തിൽ നാം കാണുന്നത് അതവന് നീതീകരണമായിട്ട് കണക്കാക്കപ്പെട്ടുവെന്നാണ്. നമ്മൾ അബ്രഹാം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ, അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു എന്ന ആ 3 വാക്കുകളുള്ള ഒരൊറ്റ കാര്യം ചെയ്യുമ്പോൾ പകരം അബ്രഹാമിന് ദൈവം നൽകുന്നത് 3 സുപ്രധാനമായ അനുഗ്രഹങ്ങളാണ്. അവിടെയും നമ്മൾ കാണുന്നത് അനുഗ്രഹങ്ങളുടെ പൂർണ്ണത മുഴുവനായിട്ട് അബ്രഹാമിന് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് നാം കാണുന്നത് കർത്താവ് അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നതാണ്, നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. മൂന്നാമതായിട്ട് കർത്താവ് അബ്രഹാമിന് നൽകുന്ന വാഗ്ദാനമാണ്, നിൻ്റെ സന്തതികളിലൂടെയാണ് ലോകത്തിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ കാണുന്ന ആ 3ൻ്റെ ഒരു സ്വർഗീയ പൂർണ്ണതയുള്ളത്. ഒരു മനുഷ്യന് ലഭ്യമാകാവുന്ന അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത മുഴുവൻ നമുക്ക് അബ്രഹാമിന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ വായന ഇതാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ അവിടെ മഹത്വത്തിൻ്റെയും സഹനത്തിൻ്റേതുമായ ഒരു സമന്വയം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ബൈബിള് പലപ്പോഴും വൈരുദ്ധ്യങ്ങളുടെ സമന്വയമാണ്. ഒരു വശത്ത് മഹത്വം നമ്മൾ ദർശിക്കുമ്പോൾ മറുവശത്ത് ആ മഹത്വത്തിലേക്കുള്ള പാത നിശ്ചയമായിട്ടും സഹനത്തിലൂടെയാണ് ചെല്ലേണ്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വായനയിലെ പ്രധാന വിഷയമെന്നുള്ളത്. നമ്മളിവിടെയും കാണുന്നത് ഒരു 3ൻ്റെ പ്രത്യേകതകളാണ്. നമ്മൾ യേശുനാഥൻ ഈ മഹത്വീകരണത്തിലേക്ക് താബോർ മലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന സംഭവങ്ങളാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
ഇവിടെ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. സുവിശേഷം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ യേശു മലമുകളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കൂടെ കൂട്ടുന്നത് 12 ശിഷ്യന്മാരിൽ വെറും 3 ശിഷ്യന്മാരെയാണ്. അവിടെ ഒരു 3ൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മലമുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് യേശു രൂപാന്തരപ്പെടുന്നു. രണ്ടാമതായിട്ട് യേശുനാഥൻ്റെ വസ്ത്രം ശോഭിതമായി മാറുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നത് അവിടെ വലിയൊരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണമാണ് ഈ ഞായറാഴ്ചയിലെ പ്രധാന ചിന്താവിഷയം. ഇത് തപസ്സുകാലമാണ്. നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ നമ്മെ തന്നെ നവീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ചെയ്തികളിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് ഒരു സഹനം നൽകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചില ദുശീലങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നാം നടത്തുന്ന ഭഗീരഥ പ്രയത്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ സംഭാഷണത്തിൻ്റെ കേന്ദ്ര വിഷയമെന്നുള്ളത് ഈ അടുത്തു തന്നെ യേശുനാഥന് ജെറുസലേമിലേക്ക് പോകേണ്ടതും അതിലൂടെ കടന്നു പോകേണ്ട കടുത്ത സഹനത്തിൻ്റെ, ഒരു മനുഷ്യ മനസ്സിനെ സങ്കല്പിക്കുവാൻ സാധിക്കുന്ന സഹനത്തിൻ്റെ പരിപൂർണത മുഴുവൻ ഈ മോശയും ഏലിയായും യേശുനാഥനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് അവിടുത്തെ സംഭാഷണം എന്നുള്ളത്. അങ്ങനെ മലമുകളിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ മഹത്വത്തിൻ്റെ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് 3 പേരെയാണ്: മോശ, ഏലിയ, യേശുനാഥൻ. മോശയെ സാധാരണ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നിയമദാതാവായിട്ടാണ്. എല്ലാ നിയമങ്ങളും ദൈവമായ കർത്താവ് മോശ വഴിയാണ് ഇസ്രായേൽ സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിയമദാതാവായിട്ടാണ് മോശയെ കാണുന്നതെങ്കിൽ പ്രവാചകന്മാരുടെ പ്രതീകമായിട്ടാണ് ഏലിയായെ കാണുന്നത്. ആഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ട ഏലിയ പ്രവാചകനും ആ ദൃശ്യത്തിൽ കാണുന്നുണ്ട്. ഈ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർണ്ണതയാണ് യേശുനാഥനിൽ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ പരിപൂർണതയുടെ 3 വ്യക്തികളെയാണ് നമുക്ക് ആ മഹത്വത്തിൻ്റെ ദൃശ്യത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ആ മേഘത്തിൽ നിന്ന് അവരെ ഒരു മേഘം ആവരണം ചെയ്യുന്നു. ആ മേഘത്തിൽ നിന്ന് പുറപ്പെടുന്ന അശരീരികളിൽ 3 വാക്കുകൾ വീതമുള്ള 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, രണ്ടാമതായിട്ട് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മൂന്നാമതായിട്ട് ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. ഇതാണ് ആ മേഘത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന അശരീരി എന്നുള്ളത്. അപ്പോൾ ഈ 3 പൂർണ്ണതയുടെ ഒരു 3 വാക്കുകൾ നമ്മളവിടെ കേൾക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഈ വാക്കുകൾ കേൾക്കുന്ന വിശുദ്ധ പത്രോസ് ഉടൻ തന്നെ യേശുനാഥനോട് പറയുന്നത്, ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. 3 വാക്കുകളുള്ള 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് വിശുദ്ധ പത്രോസ് യേശുനാഥനോട് തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ്. നമ്മളിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്കും മോശയ്ക്കും ഏലിയായ്ക്കുമായിട്ട് ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്നാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഇന്നത്തെ സുവിശേഷത്തിലും ഒന്നാമത്തെ വായനയിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഈ സ്വർഗീയ പൂർണ്ണത നമുക്ക് നൽകുന്നത് നമ്മൾ കടന്നു പോകേണ്ട, യേശുനാഥൻ കടന്നു പോയതുപോലെ തന്നെ നമ്മൾ കടന്നു പോകേണ്ട ഈ തപസ്സുകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെയും നവീകരണങ്ങളുടെയും തിക്താനുഭവങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ആത്യന്തികമായിട്ട് നമുക്ക് നൽകുന്ന ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഈ താബോർ മലയിലെ മഹത്വീകരണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു വാഗ്ദാനമാണ് മഹത്വത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗീയ പൂർണ്ണതയുടെ ആ 3 കാര്യങ്ങൾ ചൊല്ലുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ശ്രോതാക്കളായ നമുക്ക് ഇന്ന് ഇവൻ്റെ വാക്ക് ശ്രവിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്? അതും 3 കാര്യങ്ങളാണ്. 3 മനോഹരമായ തിരുവചനങ്ങളിലൂടെ ഇന്നത്തെ സുവിശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിനകത്ത് നാം വ്യക്തമായി കേൾക്കുന്നുണ്ട്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. എല്ലാ ക്രൈസ്തവരും ഈ തപസ്സുകാലത്ത് ആഴത്തിൽ ധ്യാനിക്കേണ്ടത്
യേശുനാഥൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അല്ലെങ്കിൽ ആ വചനങ്ങൾ ഹൃദയസ്ഥമാക്കാൻ. നമുക്കറിയാം ബൈബിളിൽ എവിടെയൊക്കെയാണോ ഈ ശ്രവിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് അത് നമ്മിൽ നിന്ന് ഒരു പരിവർത്തനം ആവശ്യപ്പെടുന്നുണ്ട്. നിശബ്ദമായി നിന്നുകൊണ്ട് അബ്രഹാം യേശുനാഥൻ്റെ വചനങ്ങൾ കേൾക്കുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാമ്രയിലെ ഓക്കുമര ചുവട്ടിൽ അബ്രഹാം നിശബ്ദനായി നിന്നുകൊണ്ട് ദൈവദൂതന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയും അബ്രഹാം ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ വിശുദ്ധ സാവൂള് സഭയെ നശിപ്പിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കുതിരപ്പുറത്ത് വീഴുന്ന സാവൂള് താഴെ കിടന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നൽകുന്നതാണ് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ ശ്രവിക്കേണ്ടതായിട്ടുണ്ട്. തപസ്സുകാലം നമുക്ക് നൽകുന്ന ആഴമായ സന്ദേശങ്ങളിൽ അതിപ്രധാനമായതാണ് ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. 3 വാക്കുകളെ ഇതിനകത്തുള്ളൂ. അത് അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ നമ്മൾ ചെയ്യേണ്ട ഇവൻ്റെ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുവാനായിട്ട് അത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ 2ാമത്തെ വായനയിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് വിശുദ്ധ പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. തപസ്സുകാലം നമുക്ക് നൽകുന്ന ആഹ്വാനം അതാണ്. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, കർത്താവിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് വിശുദ്ധ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ആ വചനം നമ്മൾ പരിശോധിച്ചാലും അതിനകത്തും 3 വാക്കുകളെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രവിക്കേണ്ട കർത്താവിൻ്റെ വചനം, നമ്മൾ ഉറച്ചു നിൽക്കേണ്ട കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് അതിപ്രധാനമായ 3ാമത്തെ വചനം വരുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്ത് യേശുനാഥൻ തൻ്റെ മരുഭൂമി അനുഭവത്തിന് ശേഷം മടങ്ങിവന്ന് തൻ്റെ വചനപ്രഘോഷണം ആരംഭിക്കുന്നതിന് മുമ്പ്, തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്ന തുടക്കത്തിൽ നൽകുന്ന സന്ദേശമാണ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്നുള്ളത്. പ്രിയമുള്ളവരെ, തപസ്സുകാലം നമുക്ക് ഒരു മാറ്റം വരുത്തുവാനായിട്ടുള്ളതാണ്. നാം ഇതുവരെ ശീലിച്ചു പോകുന്ന ശീലങ്ങളിൽ നിന്ന്, ഇതുവരെ ചിന്തിച്ചു പോകുന്ന ചിന്തകളിൽ നിന്ന്, ഇതുവരെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒരല്പം നിന്നുകൊണ്ട് ഒരു മാറി ചിന്തിക്കുവാനായിട്ട്, മാറി പ്രവർത്തിക്കുവാനായിട്ട്, തിരിഞ്ഞ് നടക്കുവാനായിട്ടുള്ള ഒരാഹ്വാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലൂടെ യേശുനാഥൻ പറയുന്നത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നുള്ളത്. ചാരബുധനാഴ്ച നമ്മുടെ നെറ്റിത്തടങ്ങളിൽ ചാരം പൂശിക്കൊണ്ട് കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മളോട് പറയുന്നതാണ്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ പിന്തിരിയും. അതിനോടൊപ്പം തന്നെ പറയുന്നതാണ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് അതൊരു പൂർണ്ണതയുടെ സംഖ്യയാണ്. നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് നൽകുന്ന ഈ 3ൻ്റെ ആ സംഖ്യയിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ആ സ്വർഗീയ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്, കർത്താവിൻ്റെ പാത സ്വീകരിച്ച വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ഇന്നത്തെ 2ാമത്തെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നതുപോലെ കർത്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും കർത്താവിൻ്റെ സഹനത്തിലൂടെ കടന്നുപോയി മഹത്വത്തിലേക്ക് കർത്താവിനോടൊപ്പം പ്രവേശിക്കുവാനും ഈ തപസ്സുകാലത്ത് നമുക്കും ആഴത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.